ഹേ ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം തലവൻ എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാ തുടങ്ങല്ലേ? സോ ഗായ്സ്, നമുക്ക് തലവൻ സിനിമയുടെ റിവ്യൂയിലേക്ക് നേരിട്ട് കിടക്കാം. ഞാൻ ഈ സിനിമ കണ്ടു എന്നുള്ളതിന് എൻ്റെ ആകെയുള്ള തെളിവ് എൻ്റെ സിനിമയുടെ ഈ ടിക്കറ്റ് മാത്രമാണ്. കാരണം ഞാൻ മൊബൈൽ വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. പിന്നെ വേറൊരു കാര്യം ഈ സിനിമേനെ പറ്റി പറയാൻ, ഈ സിനിമേനെ പറ്റി യാതൊരുവിധ അറിവുണ്ടായില്ല. ബിജു മേനോൻ ആസിഫ് അലി അഭിനയിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജിസ് ജോയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമേ എനിക്കറിയുള്ളൂ. ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ പോലും, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടൊരു സിനിമയാണ് തലവൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. സോ ഈ സിനിമയുടെ നല്ലത് എന്ന് പറയാൻ, ഈ സിനിമ ഇറ്റ്സ് എ ഗുഡ് ജെം മൂവി. കാരണം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ജോണർ സിനിമകളിൽ വ്യത്യസ്തമായി വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമ എന്ന് തന്നെയാണ് നമുക്ക് തലവൻ സിനിമയിലൂടെ പറയാനായിട്ട്. നിങ്ങൾക്ക് അന്വേഷിപ്പും കണ്ടെത്തുമൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ് നിങ്ങൾ, അതായത് ടൊവിനോൻ്റെ അന്വേഷിപ്പും കണ്ടെത്തുമൊക്കെ ഇഷ്ടമായി, അത് കിഡിലാണെന്ന് തോന്നിയ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തലവൻ എന്ന് പറഞ്ഞ സിനിമ 100% വർക്കാവുന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു. പിന്നെ അന്വേഷിപ്പും കണ്ടെത്തും അതുപോലെ പ്രതീക്ഷിച്ച് പോകരുത്. ബട്ട് തലവൻ ഈസ് എ ട്രീറ്റ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേസിലേക്ക് എത്താനുള്ളൊരിത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ജോണറിലുള്ള സിനിമയാണ്. അപ്പോൾ ഇങ്ങനെ കടക്കാനായിട്ട് ചെറിയൊരു ലാഗ് ഉണ്ടെങ്കിലും നമ്മൾ അധികം ദീർഘിപ്പിക്കാതെ തന്നെ അത് മുന്നോട്ട് പോകുന്നതാണ്. ആസിഫ് അലിയുടെ ക്യാരക്ടറായാലും ബിജു മേനോൻ്റെ ക്യാരക്ടറായാലും അവർക്ക് കൊടുത്ത റോള് നല്ല കിണ്ണായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടായിരം നമ്മുടെ ഒരു അയ്യപ്പനും കോശിയും പോലെ തന്നെ 2 ഹീറോസാണ് ഈ സിനിമയിൽ. അയ്യപ്പനും കോശിയിലും 2 പേര് ഹീറോസല്ല, അങ്ങനെ അതായത് ഒരുമിച്ച് നിൽക്കുന്ന, അതായത് ഹീറോ സെക്കൻഡ് ഹീറോ. നമുക്ക് വേണമെങ്കിൽ ബിജു മേനോനെ ഫസ്റ്റ് ഹീറോ ആയിട്ടും ആസിഫ് അലീനെ സെക്കൻഡ് ഹീറോ ആയിട്ടും വാട്ടെവർ നമുക്കങ്ങനെ കൺസിഡർ ചെയ്യാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിലുണ്ട് ആവശ്യമില്ലാത്ത കുറച്ച് ഘടകങ്ങൾ കൊണ്ടുവരുന്നതാണ്. ബട്ട് ഇതിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉണ്ട്, എന്നാലും കുറവായിരുന്നു. എന്നാലും ആ ആവശ്യമില്ലാത്തതെന്ന് കാണിച്ച എലമെൻറ്റ് ഈ സിനിമയിൽ വേറൊരാവശ്യത്തിനായാലും നമുക്ക് വെച്ചിട്ടുണ്ട്. അതായത് മിസ്കാസ്റ്റോ മിസ് സീനോ ഈ സിനിമയിൽ ഒന്നും തന്നെ ഇല്ല. ഈ സിനിമയിൽ ഒരു തരത്തിലുള്ള ഇത് ടാർബോളൊക്കെ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കുത്തി നിറച്ച് എടുത്തു വെച്ചേക്കണേക്ക് ടാർബോനെ പറ്റി ഇനി പറയണേ ഇല്ല. അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ വ്യത്യസ്തമാക്കുന്നത് അത് തന്നെയാണ്. അനാവശ്യമായി യാതൊന്നും തന്നെ ഇല്ല. പാട്ടുകൾ വരെ ജിസ് ജോയാണ് പാട്ട് എഴുതിയിരിക്കുന്നത്, ഞാൻ ക്രെഡിറ്റ്സ് കണ്ടതാണ്. കിഡിലായിട്ട് പാട്ട് ഒക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇഴുകിച്ചേരുന്ന, അതായത് കഥയിലോട് ഇഴുകിച്ചേരുന്ന ഒരു പാട്ട് ഒക്കെ തന്നെയാണ് എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ആസിഫ് അലിയുടെ ഒരു കംബാക്കാണോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഇത് ആസിഫ് അലിയുടെ കംബാക്കാണ് സുഹൃത്തുക്കളെ. ആസിഫ് അലിയുടെ ഒരു നല്ല സിനിമ കണ്ടിട്ട് നമ്മൾക്ക് ഏകദേശം കുറേ നാളായി ഞാൻ പറയുന്നു, ഒരു കുറ്റവും ശിക്ഷയും അതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ആസിഫ് അലിയുടേതായി നന്നായിട്ട് കണ്ടത്. ബട്ട് അതും ഫിനാൻഷ്യലി വൻ ഫ്ലോപ്പായിട്ടുള്ള സിനിമയാണ്. അതുപോലെ കുറേ ജിസ്റ്റോയുടെ തന്നെ ത്രില്ലറായിട്ടുള്ള ഇന്നലെ വരെ എന്ന് പറയുന്ന സിനിമ, അതിൽ ആസിഫ് അലി തന്നെയായിരുന്നു നായകൻ. ജിസ്റ്റോയുടെ ത്രില്ലർ സിനിമകൾക്കൊരു പ്രത്യേക വൈബാണ്. സീരിയസ്ലി ഗൈസ്, എനിക്ക് ആ സിനിമ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇതും അതുപോലെ ക്ലൈമാക്സ് വരെ നമ്മൾ അങ്ങനെ ഇരുന്ന് പോയിട്ട് അവസാനം എത്തുമ്പോൾ ഒരു കിടിലൻ ടിസ്റ്റോട് കൂടി അവസാനിക്കുന്ന സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ഇന്നലെ വരെ എന്ന് പറയുന്ന സിനിമ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. OTT റിലീസായിരുന്നു ഡയറക്റ്റ്. നമ്മുടെ ആൻ്റണി പെപ്പയും ആസിഫ് അലിയും ഒക്കെ ഒരുമിച്ച് നിമിഷ സജയൻ അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. സോ നിങ്ങൾ തലവൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു സിനിമയുടെ റിവ്യൂമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ടൻറ്റ് അതിൻ്റെ ഇടയിൽ കിട്ടിയാലോ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് വരെ അൺടിൽ ദെൻ ദിസ് ഇസ് യുവർ ജാൻ ടി വി സൈനിങ് ഓഫ്.